പണ്ടൊക്കെ ഉത്സവം എന്നതിൻ്റെ ഉദ്ദേശം ഓരോ ഗ്രാമങ്ങളിൽ അതാത് വർഷത്തെ ഉൽപ്പന്നങ്ങൾ, ഒരുപാട് കുടിൽ വ്യവസായം, അയൽ ഗ്രാമങ്ങൾ, ഒരുപക്ഷെ അയൽ സംസ്ഥാനം, അവർ ഓരോ വർഷവും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഈ ഉത്സവ വേളയിൽ ഉത്സവ പറമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും അന്ന് വിൽപ്പന നടത്തുകയും ചെയ്യും. പിന്നെ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ, അതിന് അനുബന്ധമായിട്ടുള്ള വഴിപാടുകളും ഭക്തിയും, ഒരുപാട് കലാകാരന്മാർക്ക് അവരുടെ കല അവതരിപ്പിക്കാനുള്ള വേദിയും, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അരങ്ങേറ്റവും, അങ്ങനെ നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഉത്സവം അന്ന് പഴയ കാലങ്ങളിൽ. മാത്രവുമല്ല, അതിന് അതിൻ്റേതായ ഒരു മാന്യതയും സമാധാനവും ദൈവസ്നേഹവും സൗഹൃദവും സഹകരണവും, അങ്ങനെ ശുഭകരമായിരുന്നു ഉത്സവം. ഇന്ന് ഞാനൊരു ഉത്സവ ബഹളത്തിൻ്റെ ഇടയിൽ അകപ്പെട്ടു. ഒന്നും എനിക്ക് പറയാനില്ല. പെൺകുട്ടികൾ ഉൾപ്പെടെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ആടി തിമിർത്ത് ബഹളം വെച്ച് പരസ്പരം അടിയുണ്ടാക്കി. ഭാഷാശുദ്ധി എന്ന് പറയുന്നത്, ഇനി എത്ര വെള്ളത്തിൽ കുളിച്ചാലും ഇന്ന് ഈ ചെറുപ്പക്കാരുടെ ഇവരുടെ നാവിന് ശുദ്ധി ഉണ്ടാവുമോ? ആർക്കറിയാം. സിനിമാ പാട്ട്, ശബ്ദം, മേളം, ബഹളം, അസ്വസ്ഥത, അസഭ്യത, ഉന്തും തള്ളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഞാൻ ഇതിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോയി. അപ്പോൾ അത്രയും സമയം കൊണ്ട് സത്യത്തിൽ എപ്പോഴാണ്, ഏത് നിമിഷമാണ് ഞാൻ ആക്രമിക്കപ്പെടുക, ആ ഉത്സവം കാണാൻ വന്ന അത്രയും ജനത്തിന് അടിയും ഇടിയും തൊഴിയും ലഭിക്കുക എന്ന ഒരു ഭയാനകമായ അവസ്ഥ. ശബ്ദം, ബഹളം, കോലാഹലങ്ങൾ, അസഭ്യത, പരസ്പരം. ഇതാണോ ഉത്സവം? ഇങ്ങനെയാണോ ഉത്സവം? ഇങ്ങനെയാണോ ദൈവസ്നേഹം? ഇതാണോ നമുക്ക് വേണ്ടുന്ന ഉത്സവം? എന്താണ് ഉദ്ദേശം? ഉത്സവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അന്നേ കാലത്ത് ഉത്സവത്തിന് അതിൻ്റേതായ പരിഭാവനത, പരിശുദ്ധി, ആത്മാർത്ഥത, സത്യസന്ധത, ഹൃദയ നിറവ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റേതായ ഒരു മാന്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേ ഈ ദിനത്തിൻ്റെ ഈ അനുഭവം ഒന്നും പറയണ്ട. എന്തു ഈ കാണിക്കുന്ന റോഡിൽ കിടന്ന്? ഉടുപ്പെല്ലാം അങ്ങ് അഴിച്ചിട്ട് ആർമാദിക്കുകയാണ്. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ചീത്തവിളിയും ബഹളവും. വെരി ബാഡ്. ഇന്നേ ഉത്സവം ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. റോഡുമെല്ലാം അങ്ങ് തടസ്സപ്പെടുത്തി ഭയങ്കര ഉച്ചത്തിലെ ശബ്ദവും, അതും മൊത്തം അടിച്ച് പൊളിച്ചുള്ള സിനിമാ പാട്ടും. അങ്ങനെ ഉത്സവിക്കട്ടെ ഇന്നേ ജനറേഷൻ, ഇന്നേ മനിതர்கள். നന്ദി.